അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ വൈറ്റില ജംഗ്ഷനിലെ ട്രാഫിക് നമുക്കറിയാം, ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, ചെറിയൊരു ശ്രമം മാത്രം. അപ്പോൾ ഇത് കടവന്ത്രയാണ് നോക്കുക. ഓക്കെ, ഇത് കടവന്ത്ര ഏരിയയിലേക്കുള്ള വണ്ടി. ഇത് നേരെ പോണ ഹബ്ബിലേക്കുള്ളത്, ഇത് മരടിലേക്കുള്ളത്, ഇത് എടപ്പള്ളിയിലോട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കടവന്ത്രയിൽ നിന്നുള്ള വണ്ടികൾ എങ്ങോട്ടൊക്കെ പോകുന്ന നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു റെഡ് എടുക്കാം, കളറ്. ഒരു സ്ഥലം കൂടെ ഉണ്ട്, ഇവിടെ തൃപ്പൂണിത്തുറയും കൂടെ വരുന്നുണ്ട്, നമുക്ക് ഒരു റോഡും കൂടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പൊന്നുരുന്നിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നോക്കാം ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള സിസ്റ്റം നമുക്കറിയാം, ട്രാഫിക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമ്മൾ കുറേ നേരം ട്രാഫിക് കിടക്കേണ്ടി വരും. അതിന് പകരം പാലാരവട്ടം പാലത്തിലെ പോലെ, പാലാരവട്ടം ആ സൈഡിലുള്ള പോലെ ഒരു റൗണ്ട് അബൌട്ട് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കടവന്ത്ര ഭാഗത്തു നിന്നുള്ള ഇത് എങ്ങോട്ടൊക്കെ പോകുന്ന നോക്കാം. നമുക്ക് കടവന്ത്ര ഭാഗത്തു നിന്ന് നമുക്കിവിടുന്ന് പൊന്നുരുന്നിലോട്ട് പോകാൻ പറ്റും, എടപ്പള്ളിയിലോട്ട് പാലത്തിൻ്റെ അടിയിലൂടെ പോകാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നതിന് പകരം ഇവിടുന്ന് റൗണ്ട് അബൌട്ട് എടുത്തിട്ട് ഹബിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ റൗണ്ട് അബൌട്ട് എടുത്തിട്ട് തന്നെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും, അതുപോലെ തന്നെ റൗണ്ട് അബൌട്ട് എടുത്തിട്ട് മരട് ഭാഗത്തേക്കും പോകാം. ഇനി നമുക്ക് മരട് ഭാഗത്തു നിന്നുള്ളത് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നോക്കാം. മരട് ഭാഗത്തു നിന്നുള്ളവർക്ക് മരട് ഭാഗത്തു നിന്ന് വന്നു കഴിയുമ്പോൾ ഫ്രീ ലെഫ്റ്റ് കടവന്ത്രയിലേക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ പൊന്നുരുന്നിയും, നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ എടപ്പള്ളി അങ്ങോട്ടും പോകാം. റൗണ്ട് അബൌട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബിൻ്റെ അങ്ങോട്ട് പോകാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ തൃപ്പൂണിത്തിലേക്കും പോകാം. യൂ ടേൺ എടുത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ട ആവശ്യം കുറവായിരിക്കും. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി നമുക്ക് ഈ തൃപ്പൂണിത്തുറ സൈഡിൽ നിന്ന് വന്നവർക്ക് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നവർക്ക് നേരെ ഫ്രീ ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മരട് ഭാഗത്തേക്ക് പോകാം. തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നവർക്ക് ഈ റൗണ്ട് അബൌട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കടവന്ത്ര ഭാഗത്തേക്ക് കയറി ചെല്ലാം. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ളവർക്ക് റൗണ്ട് അബൌട്ട് എടുത്ത് പൊന്നുരുന്നിയിലോട്ടും അതുപോലെ തന്നെ എടപ്പള്ളിയിലോട്ടും പോകാം. വേണമെങ്കിൽ ഇവിടെയുള്ള അടുത്ത റൗണ്ട് അബൌട്ട് എടുത്തിട്ട് ഇത് വളരെ കുറവായിരിക്കും, എന്നാലും അതും ഒരു പോസിബിലിറ്റിയാണ്. ഇനി ഹബിൻ്റെ ഇവിടെ നിന്ന് കയറി വന്നവർക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കാം. ഹബിൻ്റെ ഇവിടെ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫ്രീ ലെഫ്റ്റാണ്, മരട് ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റാണ്. ഈ റൗണ്ട് അബൌട്ട് എടുക്കുകയാണെങ്കിൽ കടവന്ത്രയിലോട്ടും പോകാം. അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ പൊന്നുരുന്നിയിലോട്ടും എടപ്പള്ളിയിലോട്ടും പോകാം. ഇനി വരുന്നത് മെയിൻ സാധനമാണ്, അതായത് എടപ്പള്ളിയിൽ നിന്ന് കയറി വന്ന വാഹനങ്ങൾക്ക് എങ്ങനെ പോകാമെന്നുള്ളത്. അവർക്ക് പിന്നെ അങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഫ്രീ ലെഫ്റ്റാണ്. ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും ഏകദേശം ഫ്രീ ലെഫ്റ്റ് പോലെ തൃപ്പൂണിത്തുറയിലോട്ടും അവിടെ ഇങ്ങനെ നേരെ പോകേണ്ട ആവശ്യമില്ല, അത് പാലം കയറി പോയിക്കോളും. കടവന്ത്രയിലോട്ട് പോകാനാണെങ്കിൽ അവർക്ക് ഈ റൗണ്ട് അബൌട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കടവന്ത്രയിലോട്ടും അതുപോലെ തന്നെ തിരിച്ച് യൂ ടേൺ എടുക്കുകയാണെങ്കിൽ പൊന്നുരുന്നിയിലോട്ടെല്ലാം പോകാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ നമുക്കിവിടെ പ്രശ്നക്കാരനായിട്ടുള്ളത് ഇവിടെയുള്ള ട്രാഫിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനൊരു റോഡ് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ്ലി നിർത്തണം. ഇവിടെ ഒരു ട്രാഫിക് പോലീസിൻ്റെ സംഭവമുണ്ട്, അത് കളയണം, അത് നമുക്ക് വേണ്ട. പിന്നെ ഇവിടെ ഉള്ളൊരു റൗണ്ട് അബൌട്ടിൻ്റെ ഒരു റോഡുണ്ട്, അതിനുള്ള വീതി കൂട്ടണം. അത് ഇപ്പോൾ ഉള്ളത് വീതി ഉണ്ടെന്നാലും വലിയ വലിയ ട്രക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള രീതിയിൽ വീതി കൂട്ടണം, വൺ വേ ആക്കണം. അതായത് ഇതുവഴി വരുന്നവർക്ക് ഇത് മാത്രം, ഇതുവഴി വരുന്നവർക്ക് ഇങ്ങോട്ടേക്ക് മാത്രമേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം
ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം അങ്ങനെ ആക്കാം. അപ്പോൾ ഇതൊക്കെ ബേസിക് സംഭവങ്ങളാണ്, അതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയുള്ള ഈ സംഭവം അതങ്ങ് നിർത്തിയിട്ട് ഇതുപോലെ ആക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് കൂടുതൽ കൺജഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടൊക്കെയാണ്. ഈ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് എല്ലാ കളറും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി റോഡിന് വീതിയുള്ള കാരണം അത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതുണ്ട്. ഗൂഗിൾ മാപ്പിന് പോലും ഇവിടെ ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകണേന്ന് പോലും നമുക്ക് മനസ്സിലായി. ഇത് ഇപ്പോൾ മരട് ഭാഗത്തേക്ക് പോണത്, ഇത് തൃപ്പൂണിത്തുറ, ഇത് വൈറ്റില ഹബ്ബിലോട്ട് പോകണ ആ ഒരു റൂട്ട്. ഹബ്ബിലോട്ട് രണ്ട് വഴിയും പോകട്ടെ. ഇത് കടവന്ത്ര, ഇത് മരടിയിൽ നിന്ന് തന്നെ വാഹനങ്ങൾ, ഇത് നേരെ എടപ്പള്ളി. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക്, അതായത് ട്രാഫിക് സിഗ്നൽ കൈകാര്യം ചെയ്യണ ആ ഒരു ബിൽഡിങ്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിനൊക്കെ ഏകദേശം വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഈ നടുക്കുള്ള കുറേ സംഭവങ്ങളൊക്കെ കളഞ്ഞ് ഈ റൗണ്ട് അബൌട്ട്സ് നമുക്ക് കാണാം. ഇവിടെയാണ് റൗണ്ട് അബൌട്ട് കണ്ടോ. ഫസ്റ്റ് ഈ ഇവിടെ റൗണ്ട് അബൌട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ആ ചേട്ടൻ പോകുന്നുണ്ട്, അതുവഴി ഒരു റൗണ്ട് അബൌട്ടും ഉണ്ട്. അപ്പോൾ ഈ റൗണ്ട് അബൌട്ട് എല്ലാം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ നടുക്കുള്ള ഭാഗം, അതായത് ഈ ഭാഗം അങ്ങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലാതെ നമുക്ക് പോകാനുള്ളൊരു വഴിയാണ്. മേ ബി അത് നടക്കുമായിരിക്കും, അറിയില്ല. എന്നാലും അത് നമുക്കൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ഇവിടെ വരാൻ സാധ്യത കുറയും. അപ്പോൾ ഓക്കെ, താങ്ക് യു.